കഥ ഒരു കത്തും കാത്തിരിപ്പും. പോത്തമാനേ പോത്തമാനേ, ജപ്പാന്റെ കത്തുണ്ടോ? നേരെ നിൽക്കാൻ മടി കാണിച്ച വാക്കുകൾ കൊണ്ട് വരുന്നോരെയും പോണോരെയും ഒന്നും വെറുതെ വിടാതെ മരക്കൊമ്പിലിരുന്ന് കിന്നരിച്ച കിളിയെ പോലും തോൽപ്പിക്കുന്ന ശബ്ദത്തിൽ പുള്ളിനിക്കറിട്ട് അരക്കും കൈയും കൊടുത്തുകൊണ്ട് നാട്ടിലെ പോസ്റ്റ്മാനായ ഭാസ്കരേട്ടന്റെ സൈക്കിൾ ബെല്ലടി കേട്ടപ്പോ 3 വയസ്സുകാരി താത്ത ചോദിക്കണ്ടായി. മൂത്ത മക്കളായ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ആദ്യ സന്തതി ഉണ്ടായപ്പോ ഇരു വീടുകളിലും അത്യധികം സന്തോഷമായിരുന്നു. ഉരുണ്ട് തടിച്ച് വെളുത്ത മൂത്ത കുട്ടിയെ അമ്മായിമാരും ഉമ്മയുടെ അനിയത്തിമാരും ഒക്കെ കൂടി തലയിലും താഴത്തും വെക്കാത്ത മട്ടിലെന്ന പോലെ ഓമനിച്ചു വളർത്തി. പ്രായത്തിന്റെ ചുക്കിച്ചുളിവുകൾ ചെന്നിയായി മാറിയ വല്യമ്മ കാണുന്നവരെല്ലാരെയും ചീത്ത പറഞ്ഞു നടന്നെങ്കിലും കഥാനായികയായ കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്തെത്തുമ്പോ അവരുടെ മുഖത്തും ചിരി പടരും. ആർക്കും കൊടുക്കാതെ തുണിക്കോന്തലയിൽ സൂക്ഷിച്ചു വെച്ച ഗ്യാസ് മിഠായിയും നാരങ്ങ മിഠായിയും അവളുടെ കുഞ്ഞിക്കൈ കുഴിയാക്കി പിടിപ്പിച്ചുകൊണ്ട് വല്യമ്മ കൊടുക്കും. അങ്ങനെ ഇരിക്കെയാണ് ഉപ്പ ഉംറ വിസയിൽ സൗദിയിലേക്ക് വിമാനം കയറുന്നത്. കൊഞ്ചിപ്പറഞ്ഞ് ഉപ്പയുടെ മടിയിൽ കൂടാറുള്ള കുഞ്ഞിപ്പെണ്ണിനെ പിരിയുന്നതിൽ ഉപ്പാക്ക് വളരെയേറെ വിഷമം തോന്നി. വിമാനം പറന്നുയർന്ന് അക്കരെ എത്തി കാര്യങ്ങൾ മുന്നോട്ടു പോയെങ്കിലും കത്തുകളിലൂടെയും പാട്ടുകളിലൂടെയും മുടങ്ങാതെ ഉപ്പ മോളോട് സംവദിച്ചു. ഒരിക്കൽ കഴുകി തുടച്ചു മിനുക്കിയ സൈക്കിളിൽ നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ എല്ലാം കത്തുകളും മറ്റുമായി പോസ്റ്റ്മാൻ ഭാസ്കരേട്ടൻ വീട്ടിൽ വന്ന് പോയ ഉപ്പയുടെ വിയർപ്പിന്റെ മണമുള്ള കഴുകാത്ത ഷർട്ടും പിടിച്ച് കാത്തിരിക്കുന്ന ഉമ്മാന്റെ കയ്യിൽ ഉപ്പയുടെ കത്താണെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കണ്ട താത്തയുടെ ചെറിയ ചിന്തയിൽ അവൾ മനസ്സിലാക്കി, അപ്പോ ഉപ്പയുടെ കത്ത് വേണമെങ്കിൽ പോസ്റ്റ്മാനോട് ചോദിച്ചാൽ മതിയെന്ന്. അന്നു മുതൽ താത്ത ഉമ്മറപ്പടിയിൽ ഇരു കൈകളും താടിക്ക് കൊടുത്ത് കണ്ണും നട്ട് കാത്തിരിപ്പ് തുടങ്ങി. ദൂരെ എവിടെയെങ്കിലും ഒരു സൈക്കിൾ ബെല്ല് കേട്ടാൽ അവളുടെ കാതുകൾ കൂർക്കും. പോത്തമാനേ പോത്തമാനേ, എൻ്റെ ഉപ്പാന്റെ കത്തുണ്ടോ? അക്ഷരങ്ങൾ വഴങ്ങാത്ത ആ ചുണ്ടുകളിൽ നിന്നും പോസ്റ്റ്മാൻ എന്നത് പോത്തമാനായി മാറി. ഭാസ്കരേട്ടൻ വരുന്ന ദിവസങ്ങളിൽ അവൾ ഓടിച്ചെല്ലും. ചില ദിവസങ്ങളിൽ അവൾക്കുള്ള കത്ത് ആ കാക്കി സഞ്ചിയിലുണ്ടാകും. അന്ന് കുഞ്ഞിപ്പെണ്ണിന്റെ സന്തോഷം ഇരട്ടിയാവും. പക്ഷേ ചില ദിവസങ്ങളിൽ കത്തുണ്ടാകില്ല. അന്ന് നിഷ്കളങ്കത നിറഞ്ഞ ആ കുഞ്ഞു മുഖത്ത് ഒരു ചെറിയ സങ്കടം പടരും. അപ്പോ പോസ്റ്റ്മാൻ സൈക്കിളിൽ നിന്നിറങ്ങി അവളുടെ കുഞ്ഞിക്കവളിൽ തലോടിക്കൊണ്ട് പറയും, ഇന്ന് കത്ത് വന്നില്ല മോളെ, അടുത്ത ആഴ്ച ഉറപ്പായും ഭാസ്കരേട്ടൻ ഉപ്പാന്റെ കത്ത് കൊണ്ടുവരാട്ടോ. ഒരു നിമിഷം മുഖമൊന്നു വാടിയെങ്കിലും അടുത്ത ആഴ്ചയിലെ കത്തിന്റെ പ്രതീക്ഷയിൽ അവൾ തല കുലുക്കും. അപ്പോൾ ഭാസ്കരേട്ടൻ അവളെ നോക്കി അവളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പോത്തമാനേ എന്ന് വിളിച്ച് സൈക്കിളിന്റെ ബെല്ലുമടിച്ച് അദ്ദേഹം നടവഴിയിലൂടെ പോകും. ആ സൈക്കിൾ ബെല്ലിന്റെ ശബ്ദം ദൂരേക്ക് ദൂരേക്ക് മാഞ്ഞു പോകുമ്പോഴും അടുത്ത ആഴ്ച വരാനിരിക്കുന്ന ഉപ്പയുടെ കത്തിനായുള്ള കാത്തിരിപ്പുമായി പുള്ളിനിക്കറിട്ട ആ 3 വയസ്സുകാരി ഉമ്മറപ്പടിയിൽ തന്നെ നിൽപ്പുണ്ടാകും. ദൂരങ്ങളെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്ന ഒരു കുഞ്ഞു കാത്തിരിപ്പ്. Thank you for watching The Story With Us by Muhashira.